അസ്സലാമു അലൈക്കും. ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷവും കൂടി കഴിഞ്ഞു പോവാണ്. ഈ സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കണം, എന്താണ് ഒരു വർഷം നമ്മൾ ചെയ്തത്? അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തുകളിൽ ഒരു ഇബാദത്താണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്ത് എന്ന്. മറ്റൊരിക്കൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട്, ഏറ്റവും നല്ല ആബിദ് ജീവിതത്തിൽ നിന്ന് തെറ്റുകൾ ഒഴിവാക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റുകൾ ഏത് എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോന്നും എടുത്തു മാറ്റുന്ന ഒരു സവിശേഷത നമുക്കുണ്ടാവാം. ഓരോ ദിവസവും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരത്തിനോടുള്ള യുദ്ധം ചെയ്യുന്ന ഒരു വിശേഷനാണ്. എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നെൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിൽ നിന്ന് ഇന്നെനിക്ക് മാറാനുള്ള കൂവത്ത് ശക്തി നേടിയെടുക്കണം എന്നുള്ള ചിന്തയോടെ മുഅ്മിനീങ്ങൾ ജീവിക്കണം. ഇത് നിരന്തരം ചെയ്യുമ്പോഴാണ് ശക്തി ഉണ്ടാവുക, ഈമാനിന് ബലമുണ്ടാവുക. എല്ലാ തെറ്റുകളും ചെയ്തിട്ട് അള്ളാഹു പുറത്തു തരും എന്നുള്ളതിനപ്പുറം അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട്, തെറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. തെറ്റുകൾ വന്നു പോകുന്നത് പ്രശ്നമല്ല, എന്നാൽ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നത്, ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവാത്തത്. മാറണമെങ്കിൽ തെറ്റുകൾ മാറ്റിയിട്ട് നമ്മൾ ജീവിക്കണം. ഒരു മൊബൈൽ ഉണ്ടാക്കിയവരാണ് അതെങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നത്. എന്നതുപോലെ നമ്മളെ പടച്ച നമ്മുടെ റബ്ബ്, ആ റബ്ബിനറിയാം നമ്മുടെ ശരീരത്തിനെ എങ്ങനെ വിനിയോഗിക്കണമെന്ന്, എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന്. അള്ളാഹു പറഞ്ഞു തരികയാണ്, ഇത് നല്ലതാണ്, ഇത് മോശമാണ്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യണം. എന്നാൽ ഈ കാണുന്ന പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ ശരീരം നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി കഴിയും എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരുമ്പോൾ തെറ്റുകളൊക്കെ മാറ്റിയിട്ട് നന്മകൾ ചെയ്തിട്ട് മുന്നോട്ടുള്ള ജീവിതമാണ് നമ്മൾ കാഴ്ചവെക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ വേണ്ടി തൗഫീഖ് നൽകട്ടെ.